ഹലോ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബീഫ് കബാബിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് നമ്മളൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ബോൺലെസ് ബീഫ് നന്നായിട്ട് കഴുകി അതിലെ വെള്ളമൊക്കെ പോയതിന് ശേഷം നമുക്ക് ഈ ബൗളിലേക്ക് മാറ്റാം. നന്നായിട്ട് ഒട്ടും വെള്ളമൊന്നും ഉണ്ടാകാൻ പാടില്ല കേട്ടോ. അപ്പം മാറ്റിയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മളിതിലേക്ക് ഇടാൻ പോണത് നമ്മുടെ ചുവന്ന മുളക്, ഒരു 5-6 ചുവന്ന മുളകും പെരുംജീരകപ്പൊടിയും നല്ല ജീരകപ്പൊടിയും വറുത്ത് പൊടിച്ചെടുത്തതാണ്. അതൊരു 2 ടേബിൾ സ്പൂണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തത് ഇതിലേക്ക് 10 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു 2-3 കഷ്ണം ഇഞ്ചി, പിന്നെ നമ്മൾ പച്ചമുളക് 2-3 എണ്ണം നടു കീറിയിട്ടത്, പിന്നെ നമ്മളിതിലേക്ക് മല്ലിയില കുറച്ച് ഒരു 1 ടേബിൾ സ്പൂണോളം, പിന്നെ നമ്മുടെ ചപ്പ് 1 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കാം. അടുത്തത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ്. പിന്നെ നമുക്ക് 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ നമുക്ക് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. നമുക്ക് ബേക്കിംഗ് സോഡ കൂടി പോകാതെ കുറച്ച്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ വലിയ ഉള്ളി 1 കട്ട് ചെയ്തതാണ്, അത് ഇട്ടിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് മിക്സി എടുത്തിട്ട് അതിൽ നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് നമുക്ക് അരിച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് അരച്ചെടുക്കുമ്പോൾ നമ്മളിതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇതേപോലെ പേസ്റ്റ് ആക്കിയിട്ട് വേണം നമുക്ക് എടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ വെള്ളമൊന്നും ഉപയോഗിക്കാതെ ഇത് മാത്രം ഇട്ടിട്ട് വേണം നമ്മളിത് അടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നന്നായിട്ട് അരിച്ചെടുക്കാം. ശേഷം നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്കിതേമാതിരി നമ്മുടെ ബാക്കിയുള്ളതും അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ബാക്കിയുള്ളതും അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിതൊരു ബൗളിലേക്ക് മാറ്റാം. നമുക്കിത് നന്നായിട്ട് ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ കുറച്ച് ഓയിലും കൂടി, 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്തിട്ട് നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് നമ്മൾ ഈ ഒരു പേസ്റ്റ് അടിച്ച് നമുക്കിതിന് ഒരു 5 മിനിറ്റെങ്കിലും നമ്മളിത് നന്നായിട്ടൊന്ന് ചെയ്തെടുക്കണം. ശേഷം നമുക്കിതൊരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. എന്നിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ ഒരു 2 മണിക്കൂറിന് ശേഷം ഞാനിത് മാവ് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഒരു സ്ക്വയർ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് നമ്മുടെ ഷേപ്പിനനുസരിച്ചിട്ട് നമുക്ക് ആക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിത് അവിടെ ഒരു ചെറിയ ഉരുളെടുത്തിട്ട് നമ്മുടെ കബാബ് ഷേപ്പിലേക്ക് ആക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ചെറുതാക്കിയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി നമുക്കിത് ഗ്രില്ലല്ലാതെ നമുക്കിത് ഫ്രൈ പാനിലും വെച്ചിട്ട് ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഓയിൽ വെച്ച് ചെയ്തിട്ടും നമുക്ക് ആക്കിയെടുക്കാവുന്നതാണ്. നമ്മുടെ ഒരു 10-15 മിനിറ്റിന് ശേഷം നമ്മുടെ ബീഫ് കബാബ് പെട്ടെന്ന് റെഡിയായി വരും. അപ്പോൾ അതാ ടേസ്റ്റി ആയിട്ട് നല്ല യമ്മി ആയിട്ടുള്ള നമ്മുടെ ബീഫ് കബാബ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. പിന്നെ ഇൻഷാ അല്ലാഹ് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.